എസ്തേർ അധ്യായം 3. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അനന്തരം അഹശ്വേരോശ് രാജാവ് അഗാഗ്യനായ ഹെമ്മേദാദയുടെ മകൻ ഹാമോന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ സ്ഥാനം തന്നോടുകൂടിയിരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെ ഇരിപ്പിടങ്ങൾക്ക് ഉപരിയായി വച്ചു. രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരെല്ലാം ഹാമാനെ കുമ്പിട്ടു നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചുമില്ല. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നതെന്തെന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ പ്രതിദിനം അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ വാക്ക് സത്യമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനെ അറിയിച്ചു. താൻ യഹൂദൻ എന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ട് ഹാമാൻ കോപാവിഷ്ടനായി. എന്നാൽ മൊർദെഖായിയെ മാത്രം ശിക്ഷിക്കുന്നത് അവനും പുച്ഛമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവൻ അറിഞ്ഞു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലായിടവും ഉള്ള മൊർദെഖായിയുടെ ജനമായ യഹൂദന്മാരെ എല്ലാം നശിപ്പിക്കുവാൻ ഹാമാൻ അവസരം അന്വേഷിച്ചു. അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ നീസോൻ മാസമായ 1-ാം മാസത്തിൽ അവർ ആദാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് ചീട്ടിട്ട് നോക്കി. പിന്നെ ഹാമോൻ അഹശ്വേരോശ് രാജാവിനോട്, അങ്ങയുടെ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിതറിക്കിടപ്പുണ്ട്. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസമുള്ളതാണ്. അവർ രാജകൽപ്പനകൾ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് പാടുള്ളതെല്ലാം. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ ശാസനം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാർ വഴി 10,000 താലന്ത് വെള്ളിയെ രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് തൻ്റെ മോതിരം ഊരി അഗാഗ്യനായ ഹമ്മേദായുടെ മകനായ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട്, ഞാൻ ആ വെള്ളിയും ആ ജാതിയെ നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെ എല്ലാം അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിൻ്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ ഭാഷയിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി അഹശ്വേരോശ് രാജാവിൻ്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്ര വച്ചു. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും അപാരവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ചു സംഹരിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും സന്ദേശവാഹകർ വശം എഴുത്തയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യുവാൻ കൊടുത്ത തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും
പ്രസിദ്ധപ്പെടുത്തി. വാഹകർ രാജകൽപ്പന അനുസരിച്ചു ക്ഷണത്തിൽ പുറപ്പെട്ടു. ശൂഷൻ രാജധാനിയിലും ആ തീരുമാനം പരസ്യം ചെയ്തു. രാജാവും ഹാമോനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ സംഭ്രമിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോ